ഹായ് ഗൈസ്, വെൽക്കം ടു ഷാങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കീ ടാഗ് സ്വിച്ച് ചേഞ്ച് ചെയ്യാന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ കീ ടാഗിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ള സ്വിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെയർ വന്നേക്കുന്നത്. ഇതിപ്പോൾ ക്രാഫ്റ്റിയുടെ മോഡലാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാനുവൽ സ്വിച്ചാണ്, ഒരു DP സ്വിച്ചാണ്. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കണക്ഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു DP സ്വിച്ച് കണക്ട് ചെയ്യണ പോലെ തന്നെയാണ്. നമ്മൾ DP സ്വിച്ചിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കീ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കീ ടാഗ് വരുന്നത്. പിന്നെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്വിച്ച് ഓൺ ആവും. തിരിച്ച് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഈ സ്വിച്ച് ഓഫായിട്ട് നമ്മുടെ സപ്ലൈ കംപ്ലീറ്റ് പോകും. അത്രയാണ് നമ്മുടെ വർക്കിംഗ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീ ടാഗ് ബ്രേക്ക് ആവുകയും ചെയ്തു എൻ്റെ ബാക്ക് സൈഡ്, താഴത്തെ സൈഡ്. അതേപോലെ തന്നെ ഈ സ്വിച്ചിൻ്റെ ജസ്റ്റ് സ്പ്രിങ് ആക്ഷനും പോയി കിടക്കുകയാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ 2 സ്ക്രൂസാണ് വരുന്നത്. ഇവിടെ രണ്ടിടത്തും സ്ക്രൂ ഉണ്ട്. അതൊന്നും നമുക്ക് ആദ്യം റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ടാഗ് സ്വിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിൽ DP കണക്ഷൻ പോലെ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കണക്ഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ സൈഡിൽ വന്നിട്ടുണ്ട് കണക്ഷൻ. ഓക്കെ, മറ്റേ സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 20 ആംപ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 20 ആംപ്സ് വരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചെറിയ ലൈറ്റ്സും ചെറിയ ഫാനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു AC കൊടുത്തിട്ടുണ്ട്. AC ഇൻവെർട്ടർ 110 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടർ AC ആയത് കാരണം അധികം നമുക്ക് കറണ്ട് കൺസപ്ഷൻ വരുന്നില്ല. അതിൻ്റെ 16 ആംപ്സിൻ്റെ ഒരു പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്. വേറെ ഇതിനകത്തൊന്നുമില്ല. 2 ലൈറ്റും 2 ഫാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റൂമിൽ ഒരു ബാത്റൂമിൽ ലൈറ്റും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 16 ആംപ്സിൻ്റെ ഉള്ളിലേ നിൽക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ത്രൂ നമ്മൾ ഫേസും ന്യൂട്രും മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് സപ്ലൈ ഉണ്ട്. കണ്ട, ഇതിനകത്ത് ഇപ്പോൾ സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഫേസും ഒരു സൈഡ് നമ്മൾ ന്യൂട്രുമാണ് കണക്ട് ചെയ്യുന്നത്. ഈ സൈഡ് നമ്മൾ ന്യൂട്രും, ഈ സൈഡ് ഫേസും ഈ സൈഡ് ന്യൂട്രും കണക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഇന്നാണ്. ഓക്കെ, ഇന്നാണ് വരുന്നത്. ഇന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. അതിൻ്റെ ഔട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഔട്ട് നമ്മൾ നമ്മുടെ ബോർഡിലേക്കും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രും വന്നേക്കണ ഇൻപുട്ടാണ്. ന്യൂട്രലിൻ്റെ ഔട്ടും ഇതേപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫേസ് ന്യൂട്രൽ DP സ്വിച്ചിൻ്റെ കണക്ടിവിറ്റി നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ടാഗായിട്ട് കൊടുക്കാൻ മുകളിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാർഡ്സായിട്ട് അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കണക്ഷൻ വീഡിയോ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ പഴയ സ്വിച്ചാണ്, കംപ്ലൈൻ്റ് ആയ സ്വിച്ചാണ്. ഇതിപ്പോൾ റിമൂവ് ചെയ്തിട്ട് സെയിം കണക്ഷൻസ് തന്നെ നമ്മുടെ പുതിയ സ്വിച്ചിലേക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് നേരത്തെ DP സ്വിച്ച് നമ്മൾ നോർമൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഈ ടാഗ് സ്വിച്ചിൻ്റെ കണക്ഷൻസ് നോക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യാത്ത ടാഗ് സ്വിച്ചാണ്. എൻ്റെ സ്വിച്ചിൻ്റെ സ്പ്രിങ് ആക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ടാഗ് ഇൻസേർട്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ടാഗും ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അത് ബാക്ക് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് DP സ്വിച്ച് പോലെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ L2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ N2 എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ N1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ L1 എഴുതിയിട്ടുണ്ട്. പിന്നെ കണക്ഷൻസ് വരുന്നത് സാധാരണ ഡബിൾ പോൾ അല്ലെങ്കിൽ DP സ്വിച്ച് കണക്ട് ചെയ്യണ പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ വീഡിയോ മുകളിൽ കാർഡ്സായിട്ട് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് L2ലേക്ക് നമ്മൾ ലൈൻ, അതായത് ഫേസ് ലൈൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, L2ലേക്ക് നമ്മളിപ്പോൾ ഫേസ്, ഓക്കെ, ഇത് ഡയറക്റ്റ് വരുന്ന ഫേസാണ്. ഫേസ് ലൈൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രൽ കൊടുക്കണം. ഓക്കെ, ന്യൂട്രൽ നമ്മൾ ഇതിപ്പോൾ രണ്ടും സെയിം കളർ ആയത് കാരണം വയറിൽ ഞാനൊരു ഗ്രീൻ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ന്യൂട്രൽ വരുന്നത്. ന്യൂട്രൽ നമ്മൾ N2ലേക്കാണ് കൊടുക്കുന്നത്. N2ലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് സെയിം പോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ L1ലേക്ക് ഫേസും കൊടുത്തു, L2ലേക്ക് ന്യൂട്രും കൊടുത്തു.
N2ലേക്ക് ന്യൂട്രും കൊടുത്തു, L2ലേക്ക് ഫേസും കൊടുത്തു. ഇത് നമ്മുടെ സപ്ലൈ ആണ്, സപ്ലൈ വരുന്നതാണ്. ഇനി നമ്മുടെ റൂമിലേക്കുള്ള ലോഡ്. ഓക്കെ, റൂമിലേക്കുള്ള ലോഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു ലാമ്പാണ്. ഓക്കെ, ലാമ്പിൻ്റെ ഫേസ് വയറും ന്യൂട്രൽ വയറും. ഓക്കെ, ഈ 2 വയറായിരിക്കും നമുക്ക് ലോഡിലേക്ക് പോകുന്നത്. ബാക്കി എർത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ലോഡിലേക്ക് പോകുന്നതും നമ്മുടെ ലോഡിലേക്ക് നമ്മുടെ പുറത്തുനിന്ന് വന്ന ലൈനും നമ്മൾ ഈ ടാഗ് സ്വിച്ച് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൺസ് ഈ കീ ടാഗ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റൂമിലെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ആവും. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ ഫേസ് വയറാണ്. ഫേസ് വയർ നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ഫേസ് വയർ നമ്മൾ L2ലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ L1ലേക്കാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫേസ് വയർ കൊടുക്കുന്നത്. അപ്പോൾ ഫേസ് വയർ നമ്മുടെ ലാമ്പിൻ്റെ അല്ലെങ്കിൽ ലോഡിൻ്റെ ഫേസ് വയർ നമ്മൾ L2ലേക്കാണ് കൊടുക്കുന്നത്. L2ൽ കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, L2ലേക്ക് ലോഡ് കൊടുത്തു. ഇനി അതിൻ്റെ ന്യൂട്രൽ വയർ. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു ഇവിടെ മുകളിൽ എല്ലാം മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. L2ഉം N2 ആണ്. ഓക്കെ, N2ലേക്ക് നമ്മൾ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ N1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ സ്ക്രൂ ആണ്. താഴത്തെ സ്ക്രൂവിലേക്ക് നമുക്ക് ലോഡിൻ്റെ ന്യൂട്രൽ കൊടുക്കുകയാണ്. ഓക്കെ, ലോഡിൻ്റെ ന്യൂട്രൽ കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണക്ഷൻസ് സിമ്പിളായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടാഗ് സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റലേഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ലൈറ്റ് കൊടുത്തേക്കുന്ന ഒരെണ്ണം ഫേസും ഒരെണ്ണം ന്യൂട്രലിലേക്കും നമ്മൾ കണക്ടർ വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ. ഇതിപ്പോൾ നമ്മുടെ പുതിയ സ്വിച്ചാണ് വച്ചേക്കുന്നത്, പഴയ സ്വിച്ച് ഊരി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ സ്വിച്ച് വരുന്നത്. ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. സെയിം കണക്ഷൻസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻസ് നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഏകദേശം ഒരു 20 ആംസിന് സപ്പോർട്ടുള്ള ഇതാണ്, ടാഗ് സ്വിച്ചാണ്. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം കൂടി ഒരു 16 ആംസിൻ്റെ അകത്തെ വരുന്നുള്ളൂ നമുക്ക് കണക്ടിവിറ്റി. ഇതിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് 20 ആംസിനേക്കാളും സപ്പോർട്ട് ചെയ്യണ കൂടുതലാണെങ്കിൽ നമുക്കൊരു കോൺടാക്ടർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നോർമൽ DP സ്വിച്ച് ആയിട്ടാണ് നമ്മൾ കൊടുത്തു വെച്ചേക്കുന്നത്. ന്യൂട്രൽ ഫേസും മാത്രമേ കണക്ടിവിറ്റി ഉള്ളൂ. പിന്നെ നമുക്കൊന്ന് ടാഗ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പവർ കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റും ഉണ്ട്, AC ഉണ്ട്. AC ഞാൻ ഓൺ ചെയ്തേക്കുവാണ്. ഓക്കെ, ഡൈക്കിൻ്റെ 1 ടൺ ഇൻവേർട്ടർ AC ആണ്. ഓക്കെ, അപ്പോൾ അധികം കറണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോട്ടലിലെ ടാഗ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്, അതേപോലെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ DP സ്വിച്ച് തന്നെയാണ്. പല ടൈപ്പ് ഓഫ് സ്വിച്ചസ് വരുന്നുണ്ട്. കാർഡ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 700-800 റേഞ്ചാണ് വരുന്നത്. ഞാനിപ്പോൾ മേടിച്ചേക്കുന്ന ക്രാഫ്റ്റിയുടെ സ്വിച്ച് വരുന്നത്. ഓക്കെ, അത് പല റേഞ്ചിലേ ഉണ്ട്. കാർഡ് സെൻസേഴ്സിൻ്റെ ഉണ്ട്, അങ്ങനെ പല റേഞ്ചിൻ്റെ സ്വിച്ച് ഉണ്ട്. ഓരോ റേഞ്ച് അനുസരിച്ചും ഓരോ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് വേരിയേഷൻ വരും. ഇതിപ്പോൾ ക്രാഫ്റ്റിയുടെ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രാഫ്റ്റിയുടെ ആണ് ഈ സ്വിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.